നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. രാജ്ഭവൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ദല്ലാളാവരുതെന്നും ബിജെപിയുടെ ചട്ടുകമായി ഗവർണർ മാറരുതെന്നും സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. രാജ്ഭവൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ദല്ലാൽ ആവരുതെന്നും ബിജെപിയുടെ ചട്ടുകമായി ഗവർണർ മാറരുതെന്നും സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ശ്രീകണ്ഠാപുരത്ത് സിപിഐ ഇരിക്കൂർ മണ്ഡലം കമ്മിറ്റിയുടെ ഓഫീസ് ടി.വി. കുമാരൻ നമ്പ്യാർ സ്മാരക മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആരംഭിക്കുന്ന എല്ലാ RSS പ്രവർത്തനങ്ങളുടെ വഴിയിൽ കാണുന്ന ആ പടത്തിലെ ചിത്രമാണത്രേ ഭാരത മാതാവെന്ന് അവര് പറയുന്നത്. ആര്? RSS. അവർക്കത് പറയാം, അവർക്ക് ഏത് അഭിപ്രായവും പറയാം. അഭിപ്രായം RSSന്റേതാണ്. അതുകൊണ്ട് അഭിപ്രായം ഇന്ത്യക്കാരെല്ലാം സ്വീകരിക്കണമെന്ന് ആരും വാശി പിടിക്കാൻ പാടില്ല. അത്തരം വാശികൾ വാസ്തവത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ഒന്നാണ്. ഇപ്പോൾ ചില കേന്ദ്രങ്ങൾക്ക് അത്തരം വാശി ഉണ്ടാകുന്നു. അവർ പറയുന്നത് ഗവൺമെന്റിന്റെ ചടങ്ങുകളിൽ, ഔദ്യോഗിക ചടങ്ങുകളിൽ അവിടെ നിർബന്ധമായിട്ട് ഈ ചിത്രം വയ്ക്കണം. ആ ചിത്രം അവർ പറയുന്നത് ഇതാണ് ഭാരത മാതാവ്, അതുകൊണ്ട് ആ ചിത്രം വെച്ചുകൊണ്ടേ ചടങ്ങ് ആരംഭിക്കാവൂ. ആ ചിത്രം വെച്ച് അതിൽ പുഷ്പമർപ്പിച്ച് അവിടെ തിരുവനന്തപുരത്തെ ആരംഭിക്കാവൂ എന്ന് പറയുകയാണ് ഒരു ഗവർണർ. ആ പദവി വലിയ പദവിയാണ്. ആ പദവിക്ക് മഹത്വം വേറെയുണ്ട്. ആ തലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാനിക്കുന്നുണ്ട്. പക്ഷെ ആ പദവി രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ വേദിയാക്കി മാറ്റാൻ ആരും ശ്രമിക്കാതിരിക്കണം. ഭാരതത്തിന്റെ അടയാളം ദേശീയ പതാകയാണ്, അല്ലാതെ RSS അടയാളമായ ഭാരതാംബയുടെ ചിത്രമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം PK മധുസൂദൻ അധ്യക്ഷത വഹിച്ചു. ഓഫീസ് ഉദ്ഘാടനം P. സന്തോഷ് കുമാർ MPയും ഫോട്ടോ അനാച്ഛാദനം സിപിഐ ജില്ലാ സെക്രട്ടറി CP സന്തോഷ് കുമാറും കാവുമ്പായി സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ഉദ്ഘാടനം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് P. അജയകുമാറും നിർവഹിച്ചു. സമഗ്ര ന്യൂസ് കണ്ണൂർ.